ഗായ്സ്, ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു കാര്യം ഷെയർ ചെയ്തിട്ടാണ്. എന്താണെന്ന് അറിയാമോ ഗായ്സ്? എനിക്ക് കിട്ടി ഗാനഗന്ധർവൻ യേശുദാസിന്റെ പ്രോഗ്രാമിനുള്ള ടിക്കറ്റ്. എങ്ങനെ കിട്ടിയെന്ന് അറിയണ്ടേ? അങ്ങനെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ലുലുമാലക്ക് പോകുമ്പോൾ ഒരു പ്രോഗ്രാം ഉണ്ടാന്ന് പറഞ്ഞിനി അവിടെ ഈവനിങ്. അത് റേഡിയോ മാംഗോന്റെ പ്രോഗ്രാം, മ്യൂസിക്കൽ കോൺസേർട്ട് ഓഫ് ഡെസേർട്ട് കോൺസേർട്ട് ഉണ്ടെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ലുലുമാലപ്പോൾ വൈകുന്നേരം വന്ന് വെയിറ്റ് ചെയ്തു, ഈ പ്രോഗ്രാമിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. നമ്മൾ അപ്പോഴത്തേക്ക് നമ്മൾ ഷോപ്പിങ്ങിൽ കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്തു. അപ്പോൾ ഡെസിബിളിൻ്റെ മ്യൂസിക്കൽ കോൺസേർട്ടിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതിൽ ആർക്കെങ്കിലും ആൻസർ പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പൊരു ആൻസർ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് മൊത്തത്തിൽ ചോദിക്കുമ്പോൾ ആൻസർ ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് മനോരമ ഹോട്ടൽസിൻ്റെ റേഡിയോ മാംഗോന്റെ പകരം എനിക്ക് ഗാനഗന്ധർവൻ യേശുദാസിന് ആദര സന്ധ്യ എന്ന പ്രോഗ്രാമിലേക്ക് ഗസ്റ്റ് ടിക്കറ്റ് കിട്ടി. അത് ഇന്നാണ്, ആക്ച്വലി നവംബർ 30th DH ഗ്രൗണ്ടിലാണ് എറണാകുളത്താണ് നടക്കുന്നത്. അപ്പോൾ ഐ വാസ് സോ മച്ച് ത്രിൽഡ്. ആക്ച്വലി എനിക്ക് കിട്ടുമ്പോൾ ഭയങ്കര ത്രിൽഡായിരുന്നു. വിചാരിക്കാതെ നമുക്കത് കിട്ടിപ്പോയതാണ് ടിക്കറ്റ് അല്ലേ. ആക്ച്വലി എല്ലാവർക്കും, എൻ്റെ പോലെ എല്ലാവർക്കും ഓരോ ആഗ്രഹം ഉണ്ടാവും അവിടെ എത്തിപ്പെടണമെന്ന് പറഞ്ഞിട്ട്. മോഹൻലാലാണ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. 27th 30th പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയത് 30th ടിക്കറ്റാണ് കിട്ടിയത്. ആ കപ്പിൾ ടിക്കറ്റാണ് കിട്ടിയത്. അപ്പോൾ ആക്ച്വലി ഐ വാസ് പ്ലാൻ, ആക്ച്വലി ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് പോകണമെന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തിരുന്നു. 2 ദിവസം മുമ്പ് പിന്നെ അവർ പറഞ്ഞു, അന്നെ അവർ പറഞ്ഞതിനടുത്ത് എങ്ങനെ നിങ്ങൾക്കൊരു മെയിൽ വരൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് വരൂ, നിങ്ങളുടെ ടിക്കറ്റ് നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത്, നമുക്കറിയില്ലല്ലോ ചിലപ്പോൾ കിട്ടിയാൽ നമുക്കറിയില്ല. കുറേ ആൾക്കാരുണ്ടാവില്ല, സെലക്ഷൻസ് ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് നമുക്കറിയില്ല. വി വി നോട്ട് ഷുവർ. എനിക്ക് ഇതുവരെ അങ്ങനത്തെ ടിക്കറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ സ്പോട്ടിൽ പറഞ്ഞുകൊണ്ട് കിട്ടിയതാണ്. അപ്പോൾ പിന്നെ ആ ടിക്കറ്റ് അവർ എന്നെ റേഡിയോ മാംഗോൻ്റെ ആൾക്കാർ എന്നെ വിളിച്ചു. അവർ വിളിച്ച് പറഞ്ഞു, ഇപ്പം നിങ്ങൾക്ക് വേറൊരു ആൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കൂ, അതിലാണ് ആ ടിക്കറ്റ്, വാട്സപ്പിൽ മെസ്സേജ് അയക്കൂ, നിങ്ങൾക്ക് ടിക്കറ്റ് ഉണ്ടാവും. അത് DH ഗ്രൗണ്ടിലാണുള്ളത്, എറണാകുളത്താണ്. 7 o'clock പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക, 30th November. അത് പറഞ്ഞാൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാന്നാണ്, അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക ഗൈസ്. ആക്ച്വലി പ്രോഗ്രാം ഭയങ്കര ആഗ്രഹമുണ്ട്, അപ്പോൾ ടിക്കറ്റ് കിട്ടുന്നുണ്ട്. സോ എനിക്ക് വാട്സപ്പിൽ ടിക്കറ്റ് വന്ന് 2 ദിവസം മുമ്പ് തന്നെ ടിക്കറ്റ് വന്നിരുന്നു. ഇതാണ് എൻ്റെ ടിക്കറ്റ്, നിങ്ങൾക്ക് കാണാം. ടിക്കറ്റ് കപ്പിൾ ടിക്കറ്റാണ്. ആക്ച്വലി വിത്ത് ഫാമിലി പോകുമെന്ന് വിചാരിച്ചത്, പക്ഷേ പല കാരണങ്ങളുണ്ട്. എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല ഗൈസ്. ഐ എം സോ സാഡ്. എനിക്ക് ശരിക്കും പോകാനും ഉണ്ടായിരുന്നു, നമ്മളെല്ലാം പ്ലാൻ ചെയ്താലും പോകണമെന്ന് പറഞ്ഞിട്ട്. സോറി ഗൈസ്, എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. ഇല്ലെങ്കിൽ അവിടുത്തെ വീഡിയോ ഞാൻ എനിക്ക് അപ്ലോഡ് ചെയ്തേനെ. അങ്ങനെ ഡയറക്റ്റ് എനിക്ക് വീഡിയോസ് എനിക്ക് കിട്ടൂല പറഞ്ഞാൽ, ഓൾറെഡി അത് ഓതറൈസ്ഡ് വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെതായ പ്രോബ്ലംസ് ഒക്കെ വരും ഡയറക്റ്റ് എടുക്കുമ്പോഴൊക്കെ. എന്നാലും നമ്മളെ വീഡിയോ നമുക്ക് അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക്, പക്ഷേ പോകാൻ കഴിഞ്ഞില്ല ഗൈസ്. പല സിനിമ നടന്മാരുണ്ടായിരുന്നു, മോഹൻലാൽ, അങ്ങനെ പല ആൾക്കാർ, പിന്നണി ഗായികമാർ, ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര വലിയൊരു പ്രോഗ്രാമായിരുന്നു ആക്ച്വലി. അത് ശരിക്ക് അത് മിസ്സായി പോയതാണ്. ഇത് പറയാൻ കാരണം, എൻ്റെ പോലത്തെ പല ആൾക്കാരും പല സ്ഥലത്ത് പോകുന്നുണ്ടാവും, അവിടെ ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഈ റേഡിയോ മാംഗോന്റെ ആൾക്കാർ പലയിടത്തിൽ ആ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നു, ഓരോ ടൈപ്പിൽ. അപ്പോൾ അങ്ങനത്തെ ചില ഗസ്റ്റ് ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടാനുള്ള അവസരമുണ്ട്. നിങ്ങൾ കറക്റ്റ് ആൻസർ പറഞ്ഞാൽ ഗസ്റ്റ് ടിക്കറ്റ് കിട്ടാനുള്ള അവസരം ഉണ്ടാവും. അപ്പോൾ എനിക്കത് മിസ്സായി, നിങ്ങൾക്കത് മിസ്സാവരുത്. അപ്പോൾ നിങ്ങൾ ആ ടിക്കറ്റ് എപ്പോഴും അങ്ങനത്തെ ഒരു അവസരം വന്നാൽ നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഉപയോഗിക്കുക. എന്തിനെങ്കിലും നിങ്ങൾക്ക് ആ ടിക്കറ്റ് എവിടെയെങ്കിലും പോകാൻ കിട്ടിയാൽ നിങ്ങൾക്ക് അത് നല്ലൊരു അവസരമല്ലേ, ആ മിസ്സാക്കണ്ട കേട്ടോ. എന്തായാലും ഗൈസ്, അപ്പോൾ എനിക്ക് സുഖമായിട്ട് പോകുകയും നമുക്ക് കപ്പലിലാണ് കപ്പിൾ ടിക്കറ്റാണ് കിട്ടിയത്. പോകുകയാനും എൻ്റെ ഒപ്പമുള്ള വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു, അവർക്ക് ചിരി മേള എന്താ അങ്ങനത്തെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ആ ടിക്കറ്റ് കിട്ടീനി. കുറേ ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഐ തിങ്ക്സ് നിയർലി 20,000 എബോവ് ആൾക്കാർ ആ സമയത്ത് തന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാം നടക്കുന്നിടത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ 2 ആൾക്കാർക്കാണ് ടിക്കറ്റ് കിട്ടിയിരുന്നത്. ഒന്ന് എനിക്ക് കിട്ടി, ഒന്ന് വേറൊരു ഫാമിലിക്ക് കിട്ടിയാണ്. അപ്പോൾ അത് വേറെ ടിക്കറ്റ്, ചിരിമേളം അങ്ങനത്തെ ഒരു ചിരിമേളം കട്ടാക്കാണ് സാധനം
കമ്മ്യൂണിറ്റി ഷോൻ്റെ ടിക്കറ്റാണ് കിട്ടിയിരുന്നത് അവർക്ക്. പക്ഷെ എനിക്ക് കിട്ടിയ നല്ല ടിക്കറ്റായിരുന്നു ഗൈസ്, നല്ല ടിക്കറ്റായിരുന്നു കിട്ടിയത്, അവസരമാണ് കിട്ടിയത്. ടിക്കറ്റ് അവർ വാട്സപ്പ് അയച്ചിട്ടുണ്ട്, പക്ഷെ അതെനിക്ക് മിസ്സായി. നിങ്ങൾക്ക് ഒരിക്കലും അത് മിസ്സാവാതെ പറഞ്ഞാൽ കിട്ടിയ അവസരമാണ് പോക്കരുത് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ വൺസ് അഗൈൻ ആണ് പറയാം, നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യണോ. നിങ്ങൾ ആ പ്രോഗ്രാമിലേക്ക് പോകുകയും വേണം, എത്തിപ്പെടുകയും വേണം. എനിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ അയക്കുകയും വീഡിയോ എനിക്ക് കാണിക്കുകയും നിങ്ങൾക്ക്, പക്ഷെ അത് മിസ്സായി. സാറില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം നോക്കാം. ഏതെങ്കിലും ഒരു പരിപാടി കിട്ടുമ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് അവിടുത്തെ വീഡിയോ എടുക്കാം. ഓക്കെ ഗൈസ്, സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.